മഴയൊന്ന് ആർത്തു പെയ്താൽ വീടിന്റെ മേൽക്കൂര തകർന്നു വീഴുമോ എന്ന് പേടിച്ചു കഴിയുന്ന പാലക്കാട് മലമ്പുഴയിലെ നാലംഗ കുടുംബത്തിന് കൈത്താങ് ആശ്വാസം. 90 ദിവസത്തിനുള്ളിൽ വീട് വെച്ച് നൽകും എന്നറിയിക്കുകയാണ് നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ്. 24 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. അതിയായ സന്തോഷം എന്ന് കുടുംബം പ്രതികരിച്ചു. 24 ബിഗ് ഇമ്പാക്ട്. ഞങ്ങൾക്കൊരു പുതിയ വീട് വെച്ചായിരുന്നു, കടക്കാനും പഠിക്കാനൊക്കെ. അവിടെ ഇരുന്ന് പഠിക്കാനൊക്കെ പേടി എനിക്ക്. മഴ വരുമ്പോഴേക്ക് പേടിയാവും അല്ലേ? മഴ വരുന്ന കണ്ട ഒരു ചാറ്റിൽ കയറ്റി ഞങ്ങൾ പെട്ടെന്ന് അവിടേക്ക് പോകും പേടിയായിട്ട്. പാലക്കാട് മലമ്പുഴയിലെ വിജയാനന്ദൻ രജനി ദമ്പതികളുടെ വീട്ടിൽ ഇന്നലെ കണ്ട കാഴ്ചയാണിത്. മഴയിൽ തകർന്നു വീണ കൂരയ്ക്ക് മുന്നിൽ നിസ്സഹായരായി ഒരു അച്ഛനും അമ്മയും. എന്തു ചെയ്യണമെന്നറിയാതെ മക്കളായ ആദിവിഷ്ണുവും ആദിദേവും. നിർധന കുടുംബത്തിന്റെ ഈ ദുരവസ്ഥയ്ക്കാണ് അറുതിയാകുന്നത്. 24 വാർത്ത ശ്രദ്ധയിൽപ്പെട്ട നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് 90 ദിവസത്തിനകം കുടുംബത്തിന് വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. ഈ കുടുംബത്തിന് വരുന്ന 90 ദിവസങ്ങൾക്കുള്ളിൽ വീട് നിർമ്മിച്ച് അവർക്ക് അവിടെ താമസ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഞങ്ങൾ കൈമാറുന്നതായിരിക്കും. അവരുടെ വീട് സന്ദർശിക്കുകയും അവരുടെ മറ്റു പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഞങ്ങളാൽ കഴിയാവുന്ന രീതിയിൽ അവരെ സഹായിക്കുമാണ് ഞങ്ങളുടെ ഉദ്ദേശം. വീടൊരുങ്ങുന്നുവെന്നറിഞ്ഞതോടെ കുടുംബം അളവറ്റ സന്തോഷത്തിലാണ്. വളരെയധികം സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. അവർക്ക് ഒരുപാട് ആരോഗ്യ സൗഖ്യം കൊടുക്കട്ടെ, അത്രയും എനിക്ക് പറയാനുള്ളൂ. സന്തോഷമായി എനിക്ക്. സന്തോഷമായി. അദ്ദേഹത്തോട് ആണെങ്കിൽ ഒരു താങ്ക്സ് പറഞ്ഞോ? താങ്ക്സ്. ഒരു വാർത്ത എങ്ങനെ അവരുടെ ജീവിതങ്ങൾക്ക് നിറം നൽകുന്നു എന്നുള്ളത് നേരിൽ കണ്ട നിമിഷങ്ങളാണ് നമ്മുടെ മുന്നിൽ പോയത്. അതിൽ ഒരുപാട് നന്ദി, നെഹ്റു ഗ്രൂപ്പിന് നന്ദി, 24 നന്ദി. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നെങ്കിലും ഇവർ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നില്ല. ഇതോടെ അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം അന്യമായിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ വീണ്ടും അതിന് ചിറകുമുളച്ചിരിക്കുകയാണ്. ഉടൻ സ്ഥലം സന്ദർശിക്കുമെന്ന് നെഹ്റു ഗ്രൂപ്പ് അറിയിച്ചു. എന്തായാലും ഇത് തന്നെയാണ് വാർത്ത. ഇത്തരത്തിലുള്ള ഇടപെടൽ തന്നെയാകണം വാർത്ത എന്ന് ഞങ്ങളും തിരിച്ചറിയുകയാണ്. എന്തായാലും ഇതിനുവേണ്ടി ഇടപെട്ട നെഹ്റു ഗ്രൂപ്പിനോടുള്ള നന്ദി ഒരിക്കൽ കൂടി ഞങ്ങൾ അറിയിക്കുകയുമാണ്. രാജീവ് സുദേവിനൊപ്പം മലമ്പുഴയിൽ നിന്ന് നിഖിൽ പ്രമേഷ്, 24.